ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 3-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം: കാനായിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരിൽ കുറേ ജനതകളെ കർത്താവ് അവശേഷിപ്പിച്ചത് എന്തിനു വേണ്ടി? ഉത്തരം: പരീക്ഷിക്കാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം: ഇസ്രായേൽ തലമുറയെ എന്ത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് അവരെ അവശേഷിപ്പിച്ചത്? ഉത്തരം: യുദ്ധമുറ അഭ്യസിക്കാനും യുദ്ധാനുഭവമില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും. മൂന്നാമത്തെ ചോദ്യം: യുദ്ധമുറ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ജനതകൾ ആരൊക്കെ? ഉത്തരം: ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സീദോന്യർ, ഹിവ്യർ. നാലാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്ന 2 മലകൾ ഏതൊക്കെ? ഉത്തരം: ബാൽ ഹെർമോൻ മല, ലബനോൻ മല. അഞ്ചാമത്തെ ചോദ്യം: ബാൽ ഹെർമോൻ, ലബനോൻ എന്നീ 2 മലകളിൽ താമസിച്ചിരുന്ന ജനത ഏതാണ്? ഉത്തരം: ഹിവ്യർ. ആറാമത്തെ ചോദ്യം: കർത്താവ് ആര് വഴിയാണ് പിതാക്കന്മാർക്ക് കൽപ്പന നൽകിയെന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം: മോശ വഴി. ഏഴാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനത ഏതൊക്കെ ജനതകളുടെ കൂടെ ജീവിച്ചു എന്നാണ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം: കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ. എട്ടാമത്തെ ചോദ്യം: തങ്ങളുടെ പുത്രിമാരെ അന്യജനതയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്ത ഇസ്രായേല്യർ തുടർന്ന് ചെയ്തതെന്താണ്? ഉത്തരം: അവരുടെ ദേവന്മാരെ സേവിച്ചു. ഒൻപതാമത്തെ ചോദ്യം: ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത എന്താണ് ചെയ്തത്? ഉത്തരം: കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. പത്താമത്തെ ചോദ്യം: കർത്താവിൻ്റെ കോപം ആർക്ക് എതിരെ ജ്വലിച്ചു? ഉത്തരം: ഇസ്രായേലിനെതിരെ. 11ാമത്തെ ചോദ്യം: മെസൊപ്പൊട്ടേമിയ രാജാവിൻ്റെ പേരെന്ത്? ഉത്തരം: കുഷാൻ റിഷാത്തായീം. 12ാമത്തെ ചോദ്യം: കുഷാൻ റിഷാത്തായീമിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേല്യർ അവനെ സേവിച്ചത് എത്ര വർഷമാണ്? ഉത്തരം: 8 വർഷം. 13ാമത്തെ ചോദ്യം: കാലെബിൻ്റെ ഇളയ സഹോദരൻ്റെ പേരെന്ത്? ഉത്തരം: കെനാസ്. 14ാമത്തെ ചോദ്യം: കെനാസിൻ്റെ പുത്രനാര്? ഉത്തരം: ഒത്നിയേൽ. 15ാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 3-ാം അധ്യായം 9-ാം വാക്യമനുസരിച്ച് കർത്താവ് അവർക്ക് വിമോചകനായി നൽകിയത് ആരെ? ഉത്തരം: ഒത്നിയേലിനെ. 16ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, ആരുടെ മേൽ? ഉത്തരം: ഒത്നിയേലിൻ്റെ മേൽ. 17ാമത്തെ ചോദ്യം: ആദ്യ വിമോചകനായ ഒത്നിയേൽ ഇസ്രായേലിൽ നടത്തിയതെന്താണ്? ഉത്തരം: ന്യായവിധി.
18-ാമത്തെ ചോദ്യം, ഒത്നിയേലിൻ്റെ കാലത്ത് ഇസ്രായേലിൽ എത്ര വർഷമാണ് ശാന്തി നിലനിന്നത്? ഉത്തരം 40 വർഷം. 19-ാമത്തെ ചോദ്യം, കെനാസിൻ്റെ മകനായ ഒത്നിയേൽ മരിച്ചു. അധ്യായം, വാക്യം. ഉത്തരം 3-ാം അധ്യായം 11-ാം വാക്യം. 20-ാമത്തെ ചോദ്യം, ഒത്നിയേലിൻ്റെ മരണശേഷം ഇസ്രായേൽ ജനം വീണ്ടും ചെയ്തതെന്ത്? ഉത്തരം തിന്മ. 20-ാമത്തെ ചോദ്യം, ഇസ്രായേലിനെതിരെ കർത്താവ് പ്രബലനാക്കിയ മോവാബ് രാജാവ് ആര്? ഉത്തരം എഗ്ലോൺ. 21-ാമത്തെ ചോദ്യം, എഗ്ലോൺ രാജാവ് ആരെയൊക്കെ കൂട്ടിയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത്? ഉത്തരം അമ്മോന്യരെയും അമലേക്യരെയും കൂട്ടി. 22-ാമത്തെ ചോദ്യം, ഇസ്രായേലിനെ പരാജയപ്പെടുത്തി എഗ്ലോണും കൂട്ടരും കൈവശമാക്കിയതെന്ത്? ഉത്തരം ഈന്തപ്പനകളുടെ നഗരം. 23-ാമത്തെ ചോദ്യം, എഗ്ലോനെ ഇസ്രായേൽ ജനം സേവിച്ചതെത്ര വർഷമാണ്? ഉത്തരം 18 വർഷം. 24-ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകൻ ആര്? ഉത്തരം ഏഹൂദ്. 25-ാമത്തെ ചോദ്യം, ഏഹൂദ് എങ്ങനെയുള്ള ആളായിരുന്നു? ഉത്തരം ഇടത്ത് കയ്യനായിരുന്നു. 26-ാമത്തെ ചോദ്യം, ഏഹൂദ് വശം മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചത് ആരാണ്? ഉത്തരം ഇസ്രായേൽ.